നമസ്കാരം. CPM-ൽ ചേരിപ്പോര് ശക്തമാകുന്നു. വർഷങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ വരെ പാർട്ടി വിട്ട് കൊഴിഞ്ഞു പോകുന്നു. കോൺഗ്രസിനെ പാർട്ടി വിട്ടു പോകുന്നതിൽ കളിയാക്കിയവർ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരു പറ്റം ആളുകൾ പാർട്ടി വിട്ടു പോയത് അറിയുന്നില്ല. സഖാക്കന്മാരുടെ ഒത്തൊരുമയില്ലായ്മ ഇതിലൂടെ പുറത്താവുകയാണ്. പാർട്ടിയിൽ നിൽക്കാൻ പോലും ഭയം ഉണ്ടാകുന്നു പ്രവർത്തകർക്ക്. കോടികൾ മുക്കുന്നതിനിടയിൽ സ്വന്തം പാർട്ടി നേതാക്കളെ നോക്കാനും നിലയ്ക്കു നിർത്താനും ഇടതു പാർട്ടിക്ക് നേരമില്ലെന്ന നാണക്കേട് കൂടി പുറത്തു വരുന്നു. ഇനി ചെങ്കൊടി പിടിക്കാനുള്ള ആളിനെ കൂടി മുഖ്യമന്ത്രിയും പാർട്ടിയും കൺസൾട്ടൻസികളെയോ വെച്ച് നോക്കേണ്ടി വരും. ആ സ്ഥിതിയാണ് ഇപ്പോൾ CPM പാർട്ടിയിൽ. ഏറെക്കാലത്തിന് മുൻപേ തന്നെ കായംകുളം CPM സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്നതാണ്. CPM ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ കായംകുളത്തും പാർട്ടിക്കുള്ളിൽ വൻ പൊട്ടിത്തെറികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും നോക്കാൻ മുൻനിര പാർട്ടി നേതാക്കൾക്കോ മുഖ്യമന്ത്രിക്കോ സമയമില്ല. അധികാരം താഴെത്തട്ടിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ CPM-ൽ അധികാരത്തിന് വേണ്ടി പോലും ഭിന്നിപ്പുണ്ടാവുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ അതേ നിലപാട് തന്നെ പാർട്ടിക്ക് താഴെത്തട്ടിലുള്ള പ്രവർത്തകരും കാണിക്കുന്നു. ഇഷ്ടക്കാരെ പാർട്ടി തലപ്പത്ത് എത്തിക്കുക, അല്ലാത്തവരെ പുറം തള്ളുക, അല്ലെങ്കിൽ മുളയിലെ നുള്ളുക. ഈ നയം തന്നെയാണ് കായംകുളത്തും ഉണ്ടായിരിക്കുന്നത്. കായംകുളം ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം B ജയചന്ദ്രനും രാജിവെച്ചിരിക്കുന്നു. 25 വർഷമായി ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്നകുമാരി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ അടക്കമുള്ളവർ വിഭാഗീയത വളർത്തുന്നുവെന്നും പാർട്ടിയിലെ വിഭാഗീയതയിൽ മനംനൊന്താണ് രാജിയെന്നും ഇരുവരും രാജിക്കത്തിൽ പറയുന്നു. ഇത് CPM-ന് തലവേദനയാവുകയാണ്. സഹകരണ ബാങ്കുകളിലെ അഴിമതി, കള്ളുഷാപ്പുകൾ, കോൺട്രാക്ട് നൽകുന്നതിന്റെ പിന്നിലെ ഇടപാടുകൾ തുടങ്ങിയവയെക്കുറിച്ചും ആരോപണങ്ങൾ ശക്തമാണ് ഇവിടെ. ഇതെല്ലാം ആള് കത്തിക്കുന്നതാണ് പ്രസന്നകുമാരിയുടേത് അടക്കമുള്ള രാജി. കായംകുളത്തെ CPM രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരവും ധാർഷ്ട്യവും എല്ലാം മറനീക്കി പുറത്തു വരികയാണ്. പാർട്ടിയുടെ മുകളിലുള്ളവരല്ലാതെ സഖാക്കന്മാരായ ഗുണ്ടകളാണ് കള്ളുഷാപ്പും സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത്. പാർട്ടി പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഇത് തുറന്ന ചേരിയുദ്ധത്തിന് ഇടയാക്കുന്നു. ഒരു ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടി വിട്ടതിൽ പാർട്ടിക്ക് അകത്ത് തന്നെ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വിഭാഗീയതയിൽ മനംനൊന്താണ് രാജിയെന്ന് ഇരുവരും രാജിക്കത്തിൽ പറയുന്നു. മാത്രമല്ല, ഇവർ ഗുരുതരമായ ആരോപണങ്ങൾ CPM പാർട്ടിയെക്കുറിച്ച് ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത്. ലോക്സഭാ ഇലക്ഷന് ഒന്നിച്ചു നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് മനംനൊന്ത് പടിയിറങ്ങുകയാണ് പ്രസന്നയും ജയചന്ദ്രനും. CPM പാർട്ടിയിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ പ്രവർത്തകരാണ്. എന്നാൽ ഇവരെയൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ല. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കൂടുതൽ ആളുകൾ ഉടൻ തന്നെ പാർട്ടി വിടുമെന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ C ബാബുവിന്റെ അമ്മയാണ് KL പ്രസന്നകുമാരി. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ കായംകുളത്ത് കടുത്ത വിഭാഗീയതയുണ്ടായിരുന്നു. പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടെങ്കിലും ഫലം കണ്ടിരുന്നില്ല. കായംകുളം CPM-ൽ സമൂഹ മാധ്യമ പോര് മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. കായംകുളം CPM-ൽ നേതാക്കളുടെ രഹസ്യ പിന്തുണയോടെയാണ് ഇരുവിഭാഗവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. കായംകുളം ഏരിയ നേതൃത്വത്തിനെതിരെയുള്ള കടുത്ത ആരോപണങ്ങളാണ് ഉയർത്തിയത്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ രാജി. പുകയുന്ന അഗ്നിപർവ്വതമായി കായംകുളത്തെ CPM എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്കിൽ ഒരു വിഭാഗം CPM പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഏരിയ നേതൃത്വത്തോട് എതിർപ്പുള്ള 1000-ഓളം പേർ ഇതിനോടെ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് CPM-ൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. വിവാദ കരിമണൽ കമ്പനിയുമായി കായംകുളത്തെ പ്രമുഖ നേതാവിന് ബന്ധമുണ്ട്. ഈ കമ്പനിയുമായി ബന്ധമുള്ള ഒരാൾ ക്രിമിനൽ കേസ് പ്രതിയായപ്പോൾ പാർട്ടി ഓഫീസിലും സ്വന്തം വീട്ടിലും ഒരു നേതാവ് ഒളിത്താവളം ഒരുക്കിയെന്നും ആക്ഷേപം ഉയരുന്നു. ബസ്സിലെ കിളിയായും ഇൻസ്റ്റാൾമെന്റ് വിൽപ്പനക്കാരനായും മുൻപ് ജോലി ചെയ്തിരുന്ന ഏരിയ നേതാവിന് ഇപ്പോൾ 20 കോടിയുടെ ആസ്തിയെന്നും കുറിപ്പിൽ ആരോപിച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടി കേസിൽപ്പെട്ട സഖാക്കളുടെ ജീവിതം വഴിമുട്ടുകയാണ്. ബനാമിയെ മുൻനിർത്തി സ്വകാര്യ സ്കൂളുകളുടെ നടത്തിപ്പിൽ നേതാവ് ഇടപെടുന്നതായും FB കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതോടെ CPM പാർട്ടി കായംകുളത്തുണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ആഘാതമല്ല.